നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം തീരെ കുറവാണ് കഴിക്കുന്നത്, വ്യായാമം ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, പക്ഷെ വെയിറ്റ് മാത്രം വിചാരിക്കുന്ന പോലെ കുറയുന്നില്ല, സ്റ്റക്ക് ആയിട്ട് ഒരേ വെയിറ്റിൽ നിൽക്കുകയാണ് കുറെ നാളായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്വയം വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു പോകുന്നത് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, എങ്ങനെ നമുക്കത് മറികടക്കാം, എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ വെയിറ്റ് ഗെയിൻ, അതായത് നിങ്ങൾക്ക് വണ്ണം കൂടാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. വെയിറ്റ് കൂടാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കലോറി അധികമായിട്ട് ഭക്ഷണം കഴിക്കുക, കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കാര്യമായിട്ടുള്ള എക്സസൈസും ഒന്നും ഇല്ലാണ്ടിരിക്കുക, സെഡൻഡറി ആയിട്ടുള്ള ഒരു ജീവിതശൈലി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പൊ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, PCOD അല്ലെങ്കിൽ PCOS, ഇങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്. PCOSൽ മാത്രമൊന്നുമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ്, PCOS ഇല്ലാണ്ടെയും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. അപ്പൊ ആ സാഹചര്യത്തിൽ ഇതുപോലെ വെയിറ്റ് കൂടാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക, ഇങ്ങനെ പല പല കാരണങ്ങളാണ്. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് ഇതിന്റെ കാരണം എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ്. നമുക്ക് ഒത്തിരി ലാബ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണോ ഈ വെയിറ്റ് കൂടുന്നത്, അതോ നമ്മളുടെ ഭക്ഷണത്തിലുള്ള ജീവിതശൈലിയിലുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിനൊരു ഡോക്ടറുടെ ഗൈഡൻസ് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ഇതിനുള്ള കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കാരണങ്ങളിലേക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ മിക്ക ആളുകളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പോവുക. ലഞ്ചും വളരെ കുറച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് മാത്രമേ കഴിക്കാറുള്ളൂ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ക്രേവിങ്സ് വളരെ കൂടുതലായിരിക്കും. ക്രേവിങ്സ് വരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവരുടെ മനസ്സിലൊരു തോട്ടാണ് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അപ്പൊ കുറച്ച് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജങ്ക് ഫുഡോ, അതായത് പരിപ്പുവട അങ്ങനെയുള്ള ഐറ്റംസ്, സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു ചിന്ത മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് പല ആളുകൾക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കും. കാരണം അവരുടെ മനസ്സിൽ അതാണ് പറയുന്നത്, കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അപ്പൊ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ രാത്രി വർക്കും അല്ലെങ്കിൽ സ്റ്റഡീസും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം, വിശപ്പ്, വീണ്ടും ക്രേവിങ്സ്. അപ്പൊ ആ ഒരു സമയത്താണ് ഇവർ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ഈ രാത്രി സമയത്ത്. ഇതൊരു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. ആദ്യം ഈ ഒരു സൈക്കിളാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ഓവർ ഈറ്റിങ്ങും അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നതുമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കുറവ് മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം കുറഞ്ഞു പോവുകയാണ്. നമ്മൾ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ലോസ് ഒന്നും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ലോസും സ്ലോ ഡൗണും മാത്രമല്ല, അത് ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു രീതിയും അല്ല. ഇങ്ങനെ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാനും പോകുന്നില്ല. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ അങ്ങനെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. പിന്നെ ഇനി രാത്രി ചെയ്യുന്ന ഒരു കാര്യം, രാത്രി കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അപ്പോഴും നമ്മളുടെ മെറ്റബോളിസം കുറയും. നമ്മുടെ ഈ ഒരു മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു രാത്രിയോട് അടുക്കുമ്പോഴേക്കും മെറ്റബോളിസം നോർമലി കുറയുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് ദഹിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടില്ല. അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങുകയും ചെയ്യും. ഇനിയിപ്പോ അതല്ല, ഇത് മൊത്തം ദഹിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോൾ കിടന്നുറങ്ങാനും ലേറ്റ് ആവും. അതും നമുക്ക് വെയിറ്റ് ലോസിന് പ്രശ്നം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പല പല തെറ്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെയിറ്റ് ലോസിനെ അഫക്ട് ചെയ്യുന്ന കാരണങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ് കൂടുതലാണെങ്കിലും ഈ വെയിറ്റ് ലോസ് നമുക്ക് പ്രശ്നമാവും. കാരണം സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് ഈ വെയിറ്റ് ലോസിന്
ഒരു തടസ്സമായിട്ട് വരികയും ചെയ്യും. പിന്നെ സ്ലീപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളും ഉറക്കം കുറവായിരിക്കും, പക്ഷെ അവർ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ആളുകൾ ഇതുപോലെയുള്ള എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ടൊക്കെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും, പക്ഷെ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല. ഒരു കാരണം ഇതാണ്, നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് ഉറക്കം കിട്ടാണ്ട് നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCOS അല്ലെ PCOD, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ. അപ്പൊ എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും PCOS ഒക്കെ? ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOS ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. ഇനി PCOS ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡിക്ക് ഇതുപോലെ ഷുഗർ അപ്ടേക്ക് പ്രശ്നമാവും. നമ്മളുടെ ബോഡിയിൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് PCOS ആണോ പ്രശ്നം, അല്ലെങ്കിൽ ഇനി PCOS ഇല്ലാത്തവരാണോ? അപ്പൊ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോ നമ്മൾ ഈ PCOS ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമുക്ക് നമ്മുടെ പീരീഡ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ചില ആളുകൾക്ക് റെഗുലർ സൈക്കിൾസ് ആയിരിക്കും. റെഗുലർ സൈക്കിൾസ് ആണെങ്കിൽ PCOD ഇല്ല എന്ന് നമുക്ക് പറയാനും ആവില്ല. ഇറഗുലർ സൈക്കിൾസ് ആണ് PCODയുടെ ഒരു ലക്ഷണം. പിന്നെ അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മുഖത്തൊക്കെ അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവുന്നതും, കഴുത്തിൽ കരിവാളിപ്പ്, തൊടയുടെ ഉൾഭാഗത്ത് കരിവാളിപ്പ്, കക്ഷത്തില്, ഇങ്ങനെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലായിട്ട് അമിതമായിട്ടുള്ള കരിവാളിപ്പ്, ബട്ടക്സ് റീജിയനിലും ഒക്കെ കരിവാളിപ്പ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ. ഇതിനെയൊക്കെ നമ്മൾ PCODയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എല്ലാ ലക്ഷണങ്ങളും ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരാളുടെ പീരീഡ്സ് ഒക്കെ റെഗുലർ ആയി ഇരിക്കുന്ന സമയത്ത് പോലും അയാൾക്ക് നമ്മൾ ഒരു സ്കാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ PCOD ഉണ്ടെന്ന് സ്കാനിൽ കണ്ടേക്കാം. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ ഡയഗ്നോസിസിന് നമുക്കൊരു അൾട്രാസൗണ്ട് ആവശ്യമാണ്. പക്ഷെ ഇന്ന ലക്ഷണങ്ങളൊക്കെ PCODക്ക് ഉണ്ടെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളൊരു സ്കാൻ ഒക്കെ എടുത്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെയിറ്റ് ഗെയിനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഏർലി സ്റ്റേജിൽ തന്നെ അതിന് ചികിത്സ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ ഇനി PCOS ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. രാത്രി വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ, കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർ, വളരെ സെഡൻഡറി ആയിട്ട് എന്ന് വെച്ചാൽ വളരെ അലസമായിട്ടുള്ള ഒരു ജീവിതശൈലി ഒക്കെ ഉള്ള ആൾക്കാരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടാവാത്തത് എന്നുള്ളത്. പിന്നെ നമുക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാം. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളോട് പരിഗണിക്കണം. ഇനി എക്സസൈസിലേക്ക് വരാം. ഇപ്പൊ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ട് കാർഡിയോ മാത്രം ചെയ്യും. കാർഡിയോ മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ PCOS അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തില്, രക്തത്തില് ഷുഗറിന്റെ അളവ് നന്നായിട്ട് കൂടും. പക്ഷെ നമ്മളുടെ സെൽസിന് ഈ ഷുഗർ അപ്ടേക്ക് കുറയും. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ ഇൻസുലിന്റെ അളവ് കൂടിയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജിന് സിഗ്നൽ കിട്ടും, കൂടുതലായിട്ട് ക്രേവിങ്സ് നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് മറികടക്കാൻ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് എക്സസൈസ് ചെയ്യണം, പക്ഷെ കാർഡിയോ മാത്രം പോരാ. നമുക്ക് മസിൽ മാസ്, അതായത് ലീൻ മസിൽ മാസ് ആണ്, ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് കൂടി നമുക്ക് ആവശ്യമാണ്. കാരണം മസിൽസും ഈ പറഞ്ഞ ഷുഗർ അപ്ടേക്കിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. പല ആൾക്കാരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. പിന്നെ കൂടുതലായിട്ട് കാർഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും. അപ്പൊ മസിൽ പ്രിസർവ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ആവശ്യമാണ്. പിന്നെ ഈ മസിൽ മാസ് ബിൽഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. അതായത് ഭയങ്കര ബൾക്കി ആവുമോ, ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര മസിൽ വരുമോ എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ മസിൽ വരാനായിട്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മസിൽ മാസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നും അല്ല. അപ്പൊ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മസിൽസ് ഒക്കെ ഒന്ന് ടോൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഭയങ്കര ബൾക്കി ആവുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പൊ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല ആൾക്കാരുടെ ഡയറ്റ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ വെയിറ്റ് ലോസ് ഉണ്ടാവാത്തത് എന്നുള്ള കാര്യവും അവർ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാവാതിരിക്കാനുള്ള ചില കാരണങ്ങൾ.
പിന്നെ നമ്മൾ പറഞ്ഞ ഡയറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന ചില ആളുകളുണ്ട്. അതിന്റെ ഒന്നും അങ്ങനെ ഒന്നും കമ്പൽസറി അല്ല നമ്മൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നൊന്നും. നമ്മുടെ ബോഡിയിൽ ഒരു നിശ്ചിത അളവിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഫൈബറും ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഡയറ്റ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്ത് പ്രോട്ടീൻ മാത്രമുള്ള ഒരു ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പൊ ഇങ്ങനെ പല പല മിസ്റ്റേക്സ് ആണ് ആളുകൾ വരുത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെയിറ്റ് ലൂസിനെ അഫക്ട് ചെയ്തേക്കാം. നിങ്ങൾ സീരിയസ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയുന്നില്ല, അല്ലെങ്കിൽ കുറെ നാൾ ശ്രമിച്ചിട്ടും വെയിറ്റ് എന്താണ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിന് നമുക്ക് അഡ്രസ് ചെയ്യാനും പറ്റും. ആയുർവേദത്തിൽ നമുക്ക് മെഡിസിൻസ് ഉണ്ട്, PCODക്ക് മെഡിസിൻസ് ഉണ്ട്, നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസും ഡയറ്റും യോഗ വളരെ എഫക്റ്റീവ് ആണ് PCOSലൊക്കെ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം അതിന്റെ ഒരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത്. ചിലർക്ക് പോസ്റ്റ്മോർട്ടം ആയിരിക്കാം, ഇങ്ങനെ പല പല റീസൺസ് ആണ്, ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുക. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതിന്റെ ആദ്യ പടിയാണ് നമ്മൾ വെയിറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് തടയാനും പറ്റും. നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ തന്നെ നമുക്ക് പരിഹരിക്കാനും പറ്റും. അതുകൊണ്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്